ഹലോ മച്ചമാരെ, അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണിത്. അപ്പോൾ KL41 ബ്രോ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതായത് ഒരു ആലുവക്കാരനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആലുവയുടെ കുറച്ച് ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിലൊരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതെല്ലാം നമ്മൾ ശരിയായിക്കോളും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ വിചാരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മൾ കൂടുതലും ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ ടൗണുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലുവക്കാരനായതുകൊണ്ടും ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടും നമ്മൾ ആദ്യം തന്നെ ആലുവയുടെ ഡ്രോൺ വീഡിയോയാണ് നമ്മൾ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ആലുവ മാർക്കറ്റ് പരിസരമാണ്. നിങ്ങൾക്കറിയാവുന്നവർക്ക് അറിയാം, ആലുവ മാർക്കറ്റ് പരിസരമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ താഴെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ആലുവ മാർക്കറ്റാണ്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ആലുവ പുഴ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ തൊട്ട് മുകളിലായിട്ട് മെട്രോ ആലുവ മെട്രോ സ്റ്റേഷനാണ് നേരെ നമ്മൾ കാണുന്നത്, അറ്റത്തായിട്ട് കാണുന്നത്. അതിന് തൊട്ടിപ്പുറം തന്നെ കണ്ടത് ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറം, നമ്മുടെ ശിവൻ്റെ അമ്പലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരാൾ പോലും മിസ് ചെയ്യാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ആലുവക്കാരായാലും അത്യാവശ്യം പെരുമ്പാവൂർ എവിടെ ഉള്ളവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ആലുവ പുഴയുടെ മുകളിലൂടെ നമ്മൾ നേരെ പോവുകയാണ്. ഈ പോക്ക് നേരെ പോകുന്നത് ആ കാണുന്ന ഒരു തുരുത്താണ്. അതിനെ പറയുന്നത് പരുന്തിറാഞ്ചി തുരുത്ത് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ മനുഷ്യരാരും താമസമൊന്നുമില്ല. അവിടെ ഈ കന്നുകാലികളെല്ലാം കൊണ്ടുവന്ന് അവിടെ വിടും. അതിന് ഈ പറഞ്ഞ പോലെ അവിടെ തന്നെയാണ് അത് കിടക്കുന്നതും. ഇത് നമ്മുടെ ആലുവ മാർത്താണ്ഡവർമ്മ പാലം. അത് രണ്ട് പാലമുണ്ട്, പഴയതുമുണ്ട് പുതിയതുമുണ്ട്. അപ്പോൾ അതിലൂടെയുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പുഴയുടെ മുകളിലൂടെ നേരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കാണുന്നത് അടുത്തൊരു ബ്രിഡ്ജാണ്. അത് അധിക കാലമായിട്ടില്ല ഈ ബ്രിഡ്ജ് ഇവിടെ വന്നിട്ട്. അത് ആലുവ ടൗണിൽ നിന്നും മണപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് പുതിയത് വന്നതാണിത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം എല്ലാവരും വർഷത്തിലൊരിക്കൽ ബലിയിടാൻ വരുന്നവർക്ക് അങ്ങനെ ആ ഒരുപാട് തിരക്കുകൾ അതുകൊണ്ട് തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ആദ്യകാലങ്ങളിൽ വഞ്ചിയിലായിരുന്നു ഇങ്ങനെ കടത്ത്. ഇപ്പോൾ അതെല്ലാം മാറി, ഇപ്പോൾ പാലം വന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുരുത്ത് പാലമാണ്, റെയിലിൻ്റെ പാലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ടൊരു ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാനെത്തു. ഇതിപ്പോൾ നമ്മൾ നേരെ പുളിഞ്ചോട് ഭാഗത്തുനിന്ന് നമ്മൾ ഒരു ട്രെയിൻ പോയപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നൊരു വിഷ്വൽസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ആലുവ ടൗൺ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ട്രെയിൻ നേരെ പോകുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡ് കാണുന്നത്. നമ്മൾ ആദ്യം കാണിച്ച മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ ഏകദേശം ആലുവയുടെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ആലുവ പുഴ വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. ആലുവയുടെ ഏകദേശം ഒരു രൂപമാണ് ഈ കാണുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുവാണെങ്കിൽ ഇതാണ് ബസ് സ്റ്റാൻഡ്, പുതിയതായിട്ട് പണിത ബസ് സ്റ്റാൻഡാണ് ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആലുവയുടെ ആകാശ വ്യൂ. അപ്പം നമ്മൾ അടുത്ത ഒരു ടൗണിൽ എന്നുദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഡ്രോൺ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്